ഹായ് ഫ്രണ്ട്സ്, കമ്പിളി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 29ാമത്തെ ദിവസമാണ് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. ഞാൻ ഇവിടെ വീട്ടിലില്ലായിരുന്നു, കളമച്ചലായിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്തത്. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇല്ല. അപ്പോൾ ഇനി തൊട്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണും. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈസൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വന്നതാണ് കേട്ടോ. ഇന്നലെ അത് പോസ്റ്റ്മാൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയും അതുപോലെ തന്നെ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയും, കാരണം നല്ല പെരുമഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഞാൻ പറഞ്ഞ നമ്മളെ അടുത്തൊരു കടയുണ്ട്, ആ കടയിൽ കൊടുത്തിരുന്നാൽ മതി, ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് രാവിലെ പോകണം. പിന്നെ നല്ല മഴയാണ്, എല്ലാവരും സേഫായിരിക്കുക. അതുപോലെ തന്നെ മറ്റേ ഡെങ്കിപ്പനി, നിപ്പ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പോയി എൻ്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വരണം, അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടാണ്. ഇതാണ്ട് ഗൈസ്, ഇതാണ് ഇതാ വന്നിരിക്കും. ഞാൻ പോയി എടുത്തോണ്ട് വന്നേട്ടാ. എടുത്തോണ്ട് വന്നിട്ട് ഇനി അടുത്ത പൊട്ടിക്കൽ പരിപാടിയാണ്. ഇതാ നിങ്ങൾക്കാണെങ്കിൽ ലൈസൻസ് എൻ്റെ കറണ്ട് വന്ന്, ഇതാണ് ഞാൻ പറയാൻ വന്നത്. കറണ്ട് ഇല്ല ഗൈസ് എന്ന് പറയാൻ വന്നേന്, കറണ്ട് വന്നു. അപ്പം ഇനി ഇത് ഉദ്ഘാടിക്കാൻ പൊട്ടിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. കാരണം ഈ സാധനം കൈ കിട്ടാൻ എത്ര പാടുപെട്ട്. അയ്യോ, എനിക്ക് വയ്യ. ഇതാണ് എൻ്റെ ലൈസൻസ്. കാറിൻ്റെയും ബൈക്കിൻ്റെയും കൂടിയാണ് കേട്ടോ. കാണത്തുണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ. കാറിൻ്റെയും ബൈക്കിൻ്റെയും കൂടി ഒത്തല്ലേ ഞാൻ എടുത്തത്. അങ്ങനെ എനിക്ക് ലൈസൻസ് വന്നു ഗേൾസ്. എനിക്ക് ഇനി ഭയങ്കര മാരക ഷോ ആയിരിക്കും. ലൈസൻസ് വന്നതിൻ്റെ ഒരു അഹങ്കാരം. അയ്യോ, എൻ്റെ ചേട്ടൻ്റെ ലൈസൻസ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുമ്പോഴേ എനിക്ക് അന്ന് ഭയങ്കര അസൂയായിരുന്നു. ഒരു നാൾ ഞാൻ കഷ്ടപ്പെട്ട് എന്തായാലും ഇത് എടുക്കും. ഇതിന് ഞാൻ എത്ര കുറേ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ലൈസൻസ് എടുത്ത് ഞാൻ വിചാരിച്ചില്ല, കിട്ടുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. പക്ഷെ എന്തോ അബദ്ധവശാൽ എനിക്ക് രണ്ടും കിട്ടി, ലൈസൻസും കിട്ടി. എൻ്റെ കൂടെ വന്ന കാറിൽ റോഡ് എടുക്കാനായിട്ട് വന്ന 2-3 പേരുണ്ടായിരുന്നു. അതിലൊരു ചേച്ചി ഇന്നാൾ ഞാൻ വെഞ്ഞാറമുടി വെച്ച് കണ്ടായിരുന്നു. ആ ചേച്ചിക്ക് കിട്ടിയില്ല, കാറിനും കിട്ടിയില്ല, ബൈക്കിനും കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കൊരു വിഷമം വരുന്നു, കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം. പക്ഷെ എന്നാലും എൻ്റെത് കിട്ടിയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് സാധനം. സത്യം പറഞ്ഞാൽ സന്തോഷത്തിൽ ഞാൻ ഇനി ആറാടുകയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്തോന്ന്, എനിക്ക് സ്കൂബീനെയൊക്കെ ഇറക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ നല്ല പെരുമഴ, നല്ല മഴക്കോളും ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം തന്നെ ജസ്റ്റ് ഒരു മഴ പൊടിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയെന്നാൽ ബുള്ളറ്റിൽ പോയിട്ട് വരാം. ബുള്ളറ്റ് എടുത്തിട്ടും കുറച്ച് ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓടിപ്പോയി ബുള്ളറ്റിൽ പോയിട്ട് എടുത്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് വന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്തത് ഓരോന്ന് പതുക്കെ കാണാം. ഫ്രണ്ട്സ്, അമ്മേനെ ഒന്ന് ലൈസൻസ് വന്നത് കാണിച്ചു കൊടുക്കാം. അപ്പം അമ്മയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കേട്ടോ. അമ്മ സാധനം കാണിച്ചു കേട്ടാ. ലൈസൻസ് വന്നു. ബൈക്ക്, കാറ്, ഇന്നെല്ലാ ബൈക്കിൻ്റെയും കാറിൻ്റെയും. അപ്പം നമുക്ക് ചിലവെടുത്തണ്ടേ അമ്മ? എനിക്ക് അമ്മ ചിലവെടുത്തണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ന്യൂസ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച, വയനാട് ഉരുൾപൊട്ടലിൻ്റെ അത് ജസ്റ്റ് ന്യൂസ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് അത്രയ്ക്കങ്ങ് വേദനിച്ച് പോകുന്ന കാഴ്ചകളാണ്. എനിക്കാണെങ്കിൽ അങ്ങ് കണ്ടിട്ട് ഭയങ്കര സങ്കടം. എന്താണെന്ന് വെച്ചാൽ
നമ്മളെ കൂടപ്പിറപ്പുകളല്ലേ എല്ലാവരും. അത് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചപ്പോഴത്തേക്കും ഒന്നും ഇല്ലയെന്ന് ആലോചിക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അത്ര എന്താ പറയുക, അത്ര വേദനിപ്പിക്കുന്ന കാഴ്ചയല്ലേ അതൊക്കെ. അതുകൊണ്ട് എല്ലാവരും തന്നെ സേഫായിരിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് എനിക്ക് കളമച്ച പോകണമായിരുന്നു. എനിക്കും അപ്പച്ചിക്കും കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആറ്റിങ്ങൽ നയന ഐ കെയർ സെൻറ്റർ വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കാഴ്ചക്കുറവിൻ്റെ ഒരിതുണ്ട്. ചില സമയത്തൊന്നും എനിക്ക് ദൂരെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ കാണത്തില്ല. അതുകൊണ്ട് എന്തായാലും അമ്മ പറഞ്ഞു വാ നമുക്കൊന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അപ്പച്ചിയും കൂടി പോകണം. അപ്പച്ചിക്ക് നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പച്ചി ഇവിടെ 2016 വന്നിട്ടുണ്ട്. ഒരു കണ്ണാടിയും വെച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പച്ചി അത് വെക്കും എല്ലാം നിർത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒട്ടും കാഴ്ചയില്ല. അങ്ങനെ അപ്പച്ചിയും കൂടെ കാണിക്കാനായിട്ട് വന്നു. ഇതായി ഇരുന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയുടെ കുട്ടിത്തം മാറാത്ത എൻ്റെ അപ്പച്ചീനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കിറുന്ന സൗണ്ട് കേൾക്കണതിനാണ് ഇതാ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്നിട്ട് എനിക്കും കണ്ണാടി നോക്കിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് എൻ്റെ മുഖം കണ്ടപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ് അപ്പച്ചിക്ക് ഒരു കണ്ണാടി സെലക്ട് ചെയ്തിട്ടോ നമ്മൾ. എന്നിട്ടും ജസ്റ്റ് ഒന്ന് മോഡേൺ ബേക്കറി കയറി. അവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് കുഞ്ഞാറ്റയിൽ മീനിൻ്റെ ഫിഷ് ഫുഡ് തീർന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കടയിൽ കയറി ഫിഷ് ഫുഡും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറത്ത് നല്ല മുയലിനെയൊക്കെ വെച്ചേക്കുന്നു. ഞാൻ കുറേ നേരം അതിനോട് കളിപ്പിച്ചു. എന്നിട്ട് മീനുകളൊക്കെ നോക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെന്തോ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് മീനിനെ നോക്കുന്നത്. അവിടെ തന്നെ ഒരു മീൻ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള മീനുകളെ എന്തോ ശ്രദ്ധയോടെ നോക്കില്ല. എന്തോ എനിക്ക് എത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. എനിക്ക് ആ കടയിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെ 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പോലും നല്ല വൃത്തിക്ക് അല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവർ കേൾക്കുമ്പോഴത്തേക്ക് എന്താ വിചാരിക്കുക, അത് സെയിൽ ചെയ്യാനായിട്ടല്ലേ എന്ന് ചോദിച്ചാലും നമുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതില്ലായിരുന്നു. പിന്നെ അത് ആ പ്രാവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു പഗ്ഗും പിന്നെ ഒരു പോമറേനിയനും ആയിരുന്നു കേട്ടോ, 2 പട്ടിക്കുട്ടികൾ. സത്യം പറഞ്ഞാൽ ചൂട് കാരണം അവർക്കൊന്ന് ജസ്റ്റ് എണീക്കാനും ഒന്നിനും വയ്യ. ഞാൻ കുറേ വട്ടം ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് പോലും സത്യം പറഞ്ഞാൽ അവർക്ക് എണീക്കാൻ പോലും വയ്യ. ഒന്ന് എണീച്ചിട്ട് എന്നെ ഒന്ന് നോക്കി എന്നിട്ട് വീണ്ടും കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നാക്കിങ്ങനെ പുറത്തിട്ടിട്ട് എങ്ങനെ കാണിക്കുന്നതാണ്, ഭയങ്കര ആയിക്കുന്ന കണക്കൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ പൂമറേനെ പറ്റി ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്ന ഒരു ഇതായിരുന്നു. എന്നിട്ട് കുറച്ച് മുയൽക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇനി നീ ഇവിടെ നിന്ന ആൾ ശരിയാവില്ല, നമുക്ക് പോവാം. കുഞ്ഞാറ്റിക്ക് ഒരു പട്ടെടുപ്പും പാവാടയിലും തുണി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ സ്വയംവരയില്ല രാജകുമാരി കയറി ഒരു പട്ടെടുപ്പും പാവാടയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കുറേ നേരം മാറ്റിത്തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടക്കണമല്ലോ. അത് സ്വാഭാവികമായിട്ട് നമ്മളെ രക്തത്തിൽ അഴിഞ്ഞു ചേർന്ന സാധനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയ എൻ്റെ വീഡിയോകൾ വരുന്ന അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.